ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സീറോ മലബാർ വേദപഞ്ചാംഗം ശ്ലീഹാക്കാലം 5-ാം ഞായർ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ വായനയാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈ 11-ാമത്തെ അധ്യായത്തില് 20-ാമത്തെ വാക്യമാണ് നമ്മൾ ആഴത്തിൽ പഠിക്കാൻ പോകുന്നത്. 11-ാമത്തെ അധ്യായം തൊട്ട് 18 തൊട്ട് 12:6 വരെ യിരെമ്യാ പ്രവാചകനെതിരെയുള്ള ഗൂഢാലോചനയാണ്. അതിൽ 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ 23 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കിന്ന് കേൾക്കാം. എന്നിട്ട് അതിൽ 20-ാമത്തെ തിരുവചനത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാം. ഇതിനൊരു തലക്കെട്ട് കൊടുക്കണമെങ്കിൽ വൃക്കയും ഹൃദയവും പരിശോധിക്കുന്നവൻ എന്നാണ്. വൃക്കയും ഹൃദയവും പരിശോധിക്കുന്ന ഡോക്ടറാണോ ദൈവം? അതാണ് ഇതിന്റെ മെയിൻ പോയിന്റ്. നമുക്ക് തിരുവചനം കേട്ടതിന് ശേഷത്തിലേക്ക് വരാം. യാഹ്വേ എനിക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ ഇത് അറിയാനിടയായി. അന്ന് അങ്ങ് അവരുടെ പ്രവൃത്തികൾ എനിക്ക് കാണിച്ചു തന്നു. ഞാനാകട്ടെ അറക്കാൻ കൊണ്ടുപോകുന്ന മെരുക്കമുള്ള കുഞ്ഞാടിനെ പോലെയായിരുന്നു. അവന്റെ പേര് ഇനിമേൽ ആരും ഓർക്കാതിരിക്കേണ്ടതിന് നമുക്ക് വൃക്ഷത്തെ ഫലത്തോടുകൂടെ നശിപ്പിച്ച് ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം എന്ന് അവർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഞാൻ അറിഞ്ഞതുമില്ല. നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ യാഹ്വേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ. ഞാൻ എന്റെ വ്യവഹാരം നിന്റെ കോടതി മുൻപാകെ ബോധിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് യാഹ്വയുടെ നാമത്തിൽ പ്രവചിക്കരുത് എന്ന് പറഞ്ഞ് നിനക്ക് പ്രാണഹാനി വരുത്താൻ നോക്കുന്ന അനാഥത്വക്കാരെക്കുറിച്ച് യാഹ്വേ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ അവരെ ശിക്ഷിക്കാനായി സന്ദർശിക്കും. യുവാക്കൾ വാളിനിരയാകും. അവരുടെ പുത്രന്മാരും പട്ടിണി കിടന്ന് മരിക്കും. ഞാൻ അനത്തോത്തുകാരെ സന്ദർശിക്കുന്ന കാലത്ത് അവർക്ക് അനർത്ഥം വരുത്തുന്നത് കൊണ്ട് അവരിൽ ആരും അവശേഷിക്കുകയില്ല എന്ന് സൈന്യങ്ങളുടെ യാഹ്വേ അരുളി ചെയ്യുന്നു. യിരെമ്യാ പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്തിയപ്പോൾ യിരെമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ കോടതിയിൽ ഒരു അന്യായം ബോധിപ്പിച്ചു. ഒരു വ്യവഹാരം ആ തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 20-ാമത്തെ വാക്യത്തില് അതൊരു കവിത പോലെയാ. നീതിയോടെ ന്യായം വിധിക്കുകയും അന്തരംഗവും ഹൃദയവും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ യാഹ്വേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ. ഞാൻ എന്റെ വ്യവഹാരം നിന്റെ കോടതി മുമ്പാകെ ബോധിപ്പിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ കോടതി മുമ്പാകെ കേസ് കൊടുത്തിരിക്കുന്നു. ഈ സ്വന്തം കുടുംബക്കാരുടെയും ബന്ധുക്കളുടെയും പ്രേരണയാല് യിരെമ്യായുടെ പ്രാണനെ വേട്ടയാടാനുള്ള ഗൂഢാലോചന അരങ്ങേറുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 11-ാമത്തെ അധ്യായം 18 മുതൽ 12-ാമത്തെ അധ്യായം 6 വരെ ഈ ഗൂഢാലോചന ഭാഗങ്ങളാണ്. അത് പ്രവാചകനില് നടുക്കമുളവാക്കുകയാണ്. നീ ഞങ്ങളുടെ കയ്യാൽ മരിക്കാതിരിക്കേണ്ടതിന് യാഹ്വയുടെ നാമത്തിൽ നീ പ്രവചിക്കരുത്. ഇതാണ് അവര് ഭീഷണിപ്പെടുത്തുന്നത്. യിരെമ്യായ്ക്കെതിരെ ഭീഷണി. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് പണ്ട് മാത്രമുള്ള ഒരു സംഗതിയാണെന്ന്? ഇപ്പോ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ചെന്നാൽ എന്നെ തല്ലും കൊല്ലും എന്നെല്ലാം പറഞ്ഞിട്ട് ഭീഷണികൾ വാട്സാപ്പിലും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ഈ കുർബാന, ഏകീകൃത കുർബാന നടപ്പാക്കിയേ പറ്റൂ. അവിടെ ജനാഭിമുഖം എന്ന് പറയുന്നത് ഇല്ലിസിറ്റ് ആണ്, അത് നിരോധിച്ചിരിക്കുന്നതാണ്, ചെയ്യാൻ പാടില്ല. ഈ കാര്യം പറയുന്നതിന്റെ പേരിലാണ് ഈ ബഹളം. പിന്നെ ഇപ്പോ വിമതരോ സമതരോ എന്ന വ്യത്യാസമില്ലാതെ ബഹളം വയ്ക്കുകയാണ്. കാരണം എന്താ? ഇരു കൂട്ടരും വാസ്തവത്തിൽ ഒരു നുകത്തുമ കെട്ടാവുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. രണ്ടു കൂട്ടരും എതിർക്കുന്നത് ഒരേ സംഗതിയാണ്, രണ്ടു പേരിലെന്ന് മാത്രം. അപ്പൊ ഈ നീ പ്രവചിക്കരുത്, നീ പഠിപ്പിക്കരുത്, നിന്റെ പ്രബോധനം വേണ്ട, നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവനാണ്. ഇതാണ് യിരെമ്യായോട് പറഞ്ഞത്. ഞാൻ യിരെമ്യായ്ക്ക് തുല്യനായിട്ട് അവതരിപ്പിക്കുകയല്ല, പക്ഷെ അന്നും ഇന്നെല്ലാം ഒരേപോലെ തന്നെയാണ്. പ്രബോധനങ്ങളെ, വാക്കുകളെ, അക്ഷരങ്ങളെ ഭയക്കുന്നു. പ്രബോധനങ്ങളെ ഭയക്കുന്നു. അപ്പൊ ഭീഷണിയാണ്. അപ്പോ ഈ ഭീഷണി വരുമ്പോൾ നമുക്കൊരു നടുക്കമുണ്ടാകും. അതായത് നമ്മൾ സത്യം പറയുന്നു, സത്യം പുലരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു, തിരുവചനം പഠിപ്പിക്കുന്നു. അതിനെ എതിർക്കുന്ന ആളുകളുടെ ആ ആവേശം കാണുമ്പോൾ നമ്മൾ നടുക്കമുണ്ടാകും. യിരെമ്യായ്ക്കും നടുക്കമുണ്ടായി. അങ്ങനെ തന്റെ ദൗത്യത്തെക്കുറിച്ചും മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും ആഴമായി ചിന്തിക്കാനായിട്ട് അത് യിരെമ്യാ പ്രവാചകനെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ആഴത്തിൽ ചിന്തിക്കണം മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ച്, ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ, അതാണ് അന്തരംഗവും ഹൃദയവും പരിശോധിക്കുന്നവനായ സൈന്യങ്ങളുടെ യാഹ്വേ.
അന്തരംഗം. ഹീബ്രുവില് കിലിയ എന്ന വാക്കാണ്. കിലിയ. ഈ അന്തരംഗം നമ്മൾ തർജ്ജമ ചെയ്യുന്നത് ഹീബ്രുവില് കിലിയ എന്നാണ്. ഹൃദയം എന്ന് നമ്മൾ തർജ്ജമ ചെയ്യുന്നത് ലെവ് എന്ന വാക്കാണ്. ലെവ്. ഈ രണ്ട് വാക്കുകളും ബൈബിളില് ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നത് വളരെ ചുരുക്കം ചില തിരുവചന പാഠങ്ങളിലാണ്. യിരെമ്യാ 17:10, 20:12, സങ്കീർത്തനം 7:10, സങ്കീർത്തനം 26:2. ഇത്തരം സ്ഥലങ്ങളിലാണ് അന്തരംഗവും ഹൃദയവും കിലിയ ആൻഡ് ലെവ് എന്നീ വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. ദൈവത്തിന് മനുഷ്യന്റെ ചിന്തകളും സ്വഭാവവും സംബന്ധിച്ച് പരമമായ അറിവുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഈ രണ്ട് വാക്കുകൾ ഒന്നിച്ചുപയോഗിക്കുന്നത്. ആക്ഷരികമായിട്ട് കിലിയ എന്ന വാക്കിന് വൃക്ക എന്നാണ് അർത്ഥം. വൃക്ക, കിഡ്നി. അപ്പോൾ കിലിയോത്ത് എന്നതിന് അതിന്റെ ബഹുവചനം, അതിന് ഇടുപ്പ്, കടിപ്രദേശം, നാഭി, അരക്കെട്ട് എന്നെല്ലാം ഭാഷപ്പെടുത്താറുണ്ട്. ഇതിനെ ആലങ്കാരം ഉപയോഗിക്കുമ്പോൾ വികാരത്തിന്റെയും വാത്സല്യത്തിന്റെയും സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും കേന്ദ്രമെന്നാണ് ബൈബിളിൽ ഉദ്ദേശിക്കുന്നത്. കിഡ്നി നമുക്കറിയാം. കിഡ്നി അല്ലെങ്കിൽ വൃക്ക എന്ന് പറയുമ്പോൾ അതിന്റെ ഉപയോഗം നമുക്കറിയാം. നമുക്ക് എത്രയോ വൃക്ക മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകളും പരിപാടികളൊക്കെ ഉണ്ട്. അത് ബയോളജിക്കലായിട്ട് ജീവശാസ്ത്രപരമായ സംഗതി. ബൈബിളിൽ ആ വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും അർത്ഥം വേറെയാണ്. അർത്ഥം എന്താണ്? വികാരത്തിന്റെയും വാത്സല്യത്തിന്റെയും സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും കേന്ദ്രം എന്ന അർത്ഥത്തിലാണ് കിഡ്നി എന്ന വാക്ക് ബൈബിൾ ഉപയോഗിക്കുന്നത്. അതായത് ബയോളജിയിലോ മെഡിക്കൽ സയൻസിലോ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. വാക്കെല്ലാം ഒന്ന് തന്നെ, പക്ഷെ അർത്ഥ വ്യത്യാസമുണ്ട്. ആന്തരികമായ വിചിന്തനത്തിന്റെയും വൈകാരികതയുടെയും കേന്ദ്രമായിട്ടാണ് ഈ കിഡ്നി എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 16:7, 73:21, 139:13, സുഭാഷിതങ്ങള് 23:16, ജോബിന്റെ പുസ്തകം 16:13 കാണാം. നമ്മൾ ഇവിടെ തർജ്ജമ ചെയ്യുന്നത് അന്തരംഗം അല്ലെങ്കിൽ മനസ്സ് എന്നൊക്കെയാണ്. ഉള്ളിലുള്ളത് ദൈവം കാണുന്നു, അറിയുന്നു, നമുക്ക് യാതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാനാണ് ഈ കിലിയ അല്ലെങ്കിൽ അന്തരംഗം, മനസ്സ്, കിഡ്നി എന്നൊക്കെ യിരെമ്യാ പ്രവാചകൻ ഉപയോഗിക്കുന്നത്. മറ്റേ വാക്ക് ലെവ് എന്നാണ്. നമ്മൾ ഹൃദയം എന്ന് തർജ്ജമ ചെയ്യുന്നു. ചിത്തം എന്ന അർത്ഥമുണ്ട് ഇല്ലേ? നമ്മൾ ചിത്തഭ്രമം, ഭ്രാന്തിന് പാട് ചിത്തഭ്രമം എന്നാണ് പറയണേ. ചിത്തം എന്ന അർത്ഥമുണ്ട്, കേന്ദ്രം എന്ന അർത്ഥമുണ്ട്, ഹൃദയം എന്ന അർത്ഥമുണ്ട്, ഇച്ഛാശക്തി എന്ന അർത്ഥമുണ്ട്. അങ്ങനെ പല പല അർത്ഥമുണ്ട് ഈ ലെവ് എന്ന വാക്കിന്. ഹൃദയം എന്ന വാക്ക് എന്നാണ് സാധാരണ തർജ്ജമ. ലിബോത്ത് എന്നാണ് ബഹുവചനം. മനസ്സിനെ ഗ്രഹിക്കാനുള്ള ആത്മാവിന്റെ സിദ്ധി വൈഭവത്തെയാണ് ഹൃദയം എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. മനസ്സിനെ ഗ്രഹിക്കാനുള്ള ആത്മാവിന്റെ സിദ്ധി. വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഹൃദയം ആ അർത്ഥത്തിലല്ല ബൈബിൾ ഉപയോഗിക്കണേ. നമ്മൾ നേരത്തെ പറഞ്ഞു അന്തരംഗം എന്ന് പറയുന്നത് മനസ്സാണ്. കിഡ്നി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഉദ്ദേശിക്കുന്നത് മനസ്സാണ്. ആ അന്തരംഗത്തെ ഗ്രഹിക്കാനുള്ള നമ്മുടെ ആത്മാവിന്റെ സിദ്ധി വൈഭവത്തെയാണ് ഹൃദയമെന്ന് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. പോലീസിന്റെ കൺട്രോൾ റൂം എന്ന് പറയുന്നത് പോലെ മനുഷ്യന്റെ നിയന്ത്രണ കേന്ദ്രമാണ് ഹൃദയമെന്നാണ് ബൈബിളിന്റെ സങ്കല്പം. അപ്പോ ധിഷണയും, ഇന്റലക്ട്, ബോധവും, കോൺഷ്യസ്നെസ്, വികാരവും, ചിത്തവും, ധൈര്യവും, ആഗ്രഹവും, പദ്ധതികളും, ആസൂത്രണവും എല്ലാം ചേർന്ന ഒരു കൺട്രോൾ റൂമാണ് ഹൃദയം. അങ്ങനെയാണ് ബൈബിൾ കാണുന്നത്. അപ്പോ ഹൃദയ ശസ്ത്രക്രിയ, ഓപ്പൺ ഹാർട്ട് സർജറി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ഹൃദയമാണ് ബൈബിളിൽ, നമ്മൾ ബയോളജിക്കലായിട്ട് പറഞ്ഞാൽ, മെഡിക്കൽ സയൻസിൽ പറഞ്ഞാൽ ഈ ഹൃദയമാണ്. പക്ഷേ ആ വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും ബൈബിൾ ഉദ്ദേശിക്കുന്നത് വേറെ അർത്ഥമാണ്. അതായത് ബൈബിൾ വളരെ മൂർത്തമായ ഭാഷയാണ്. കണ്ടും തൊട്ടും കാണാവുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് കാണാൻ പറ്റാത്ത സംഗതികളെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളും പറയും, ഈ എത്രയോ നമ്മൾ സാധാരണ സംഭാഷണങ്ങളിൽ 3 അക്ഷരമുള്ള ഒരു സംഗതി നിനക്ക് ഇല്ലടാ, അതുകൊണ്ടാണ് നിനക്ക് മനസ്സിലാക്കാത്തെന്ന് പറയും. എന്താണ് 3 അക്ഷരം? ഹൃദയം. ആ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പമ്പിംഗ് മെഷീൻ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആ പമ്പിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടതാണ്. ഈ ബ്രെയിനും ഹാർട്ടും തമ്മിലൊക്കെ ചെറിയ ബന്ധങ്ങളുണ്ട്, നമുക്കറിയാത്ത ബന്ധങ്ങളുണ്ട്, ശാസ്ത്രത്തിന് അറിയാത്ത ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവചനങ്ങളിലെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ധിഷണയും, ബോധവും, വികാരവും, ചിത്തവും, ധൈര്യവും, മനസ്സും, ആഗ്രഹങ്ങളും, പദ്ധതികളും, ആസൂത്രണങ്ങളും എല്ലാം ചേർന്ന ഒരു കൺട്രോൾ റൂം പോലെയാണ് കൺട്രോൾ റൂമാണ് ഹൃദയം എന്നാണ് ബൈബിളിന്റെ സങ്കല്പം.
മനുഷ്യന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് ഹൃദയമാണെന്നർത്ഥം. പ്രവൃത്തികളിൽ നിന്നാണ് ശീലമുണ്ടാകുന്നത്, ശീലത്തിൽ നിന്നാണ് സ്വഭാവം രൂപപ്പെടുന്നത്. അപ്പോ ഹൃദയമാണ് പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത്. പ്രവൃത്തികളിൽ നിന്ന് ശീലമുണ്ടാകുന്നു. ഒരേ പ്രവൃത്തി നമ്മൾ പല പ്രാവശ്യം ചെയ്യുമ്പോൾ ശീലമാകുന്നു. ശീലം എന്നെ സ്വഭാവമായിട്ട് മാറുന്നു. അതിനാൽ ദൈവം മനുഷ്യനെ വിലയിരുത്തുമ്പോൾ പരിശോധിക്കുന്നത് ഹൃദയമാണെന്നാണ് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത്. ലവാവ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഹൃദയത്തിന്. ചിലപ്പോൾ ശരിക്കുള്ള ഹൃദയത്തെ, ഈ രക്തചംക്രമണം നടത്തുന്ന അവയവത്തെ സൂചിപ്പിക്കാനും ഉപയോഗിച്ചിട്ടുണ്ട്. ബഹുവചനമായ ലേവാവോത്ത് ചിലപ്പോൾ സ്ത്രീകളുടെ മാരടത്തെ ചിഹ്നപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മാരടങ്ങൾക്ക് വേറെ വാക്കുണ്ട്. ഷദ്ദായും ഹാസേഗ് എന്നൊക്കെ വേറെ വാക്കുകളുണ്ട്. പക്ഷെ അപൂർവം ചില സന്ദർഭങ്ങളിൽ ലേവാവോത്ത് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഹൃദയമല്ല, ഹൃദയത്തിന് പുറത്തുള്ള സ്ത്രീകളുടെ മാരടമാണ്. അങ്ങനെയും ചില അർത്ഥങ്ങൾ വരാറുണ്ട്. ഞാൻ അത്രയും പറഞ്ഞത് ചിലപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ തിരയുമ്പോൾ ഇങ്ങനെയുണ്ടല്ലോ എന്ന് അങ്ങനെ തോന്നാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ കിഡ്നിയും ഹൃദയവും പരിശോധിക്കുന്ന ഡോക്ടർ അത് ഈ നമ്മുടെ സാധാരണ ഡോക്ടർമാരെ പോലെയല്ല. നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ആർക്കെതിരെ ഗൂഢാലോചന നടത്തിയാലും നല്ല കാര്യങ്ങൾ നടത്തിയാലും ഇതൊക്കെ പരിശോധിക്കുന്ന ദൈവം. അപ്പൊ ദൈവത്തിന്റെ കോടതി വരുമ്പോൾ അവിടെ സാക്ഷികളും ഇതൊക്കെ ദൈവം തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നു. ദൈവത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മുടെ അന്തരംഗവും മനസ്സും എല്ലാം അവൻ ചികഞ്ഞു നോക്കുന്നു, അറിയുന്നു. അപ്പോൾ അവന്റെ മുമ്പിൽ യാതൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. ഇത് തിരിച്ചറിയാതെ നമ്മൾ പിന്നെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പറഞ്ഞ ചെറിയ വാക്കിന് പോലും കണക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും പ്രതിഫലമുണ്ടെന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും നിസ്സാരമല്ല. തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, ഈ അർത്ഥം പഠിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തന്നെ ജീവിതത്തെയും നമ്മുടെ സഭയിലെ ജീവിതത്തെയും കുറിച്ചൊക്കെയാണ്. നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ എന്നെക്കുറിച്ചും എന്റെ കുടുംബത്തെക്കുറിച്ചും മാത്രമാണോ ചിന്തിക്കുന്നത്? എന്റെ സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? സഭയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ പ്രധാനപ്പെട്ടതാ. അത് മാത്രം ചിന്തിച്ചിട്ട് കുടുംബത്തിലെ കാര്യവും നമ്മുടെ വ്യക്തിയുടെ കാര്യവും ചിന്തിക്കാതിരുന്നാലും തെറ്റാണ്. നമ്മിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നതും ശരിയല്ല. പിന്നെ നമ്മൾ ആർക്കെതിരെ, എന്തിനെതിരെയാണ് ഈ ഗൂഢാലോചന നടത്തുന്നത്? എന്തിനു വേണ്ടിയാണ്? എന്താണ് നമ്മുടെ നിലപാട്? സത്യത്തിന്റെ നിലപാടാണോ? തിരുവചനത്തിന്റെ നിലപാടാണോ? സഭയുടെ നിലപാടാണോ? ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ദൈവം അത് പരിശോധിച്ചിട്ടാണ് നമ്മളെ വിലയിരുത്തുന്നത്. ദൈവം നമ്മെ വിധിക്കുന്നതും ഇതൊക്കെ പരിശോധിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കിഡ്നി നമുക്ക് കാണാൻ പറ്റില്ല, നമ്മുടെ ഹൃദയം നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ദൈവത്തിന് അതെല്ലാം കാണാം. ദൈവം അത് ആ ബയോളജിക്കലായിട്ടുള്ള ജീവശാസ്ത്രപരമായ അവയവങ്ങൾ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ നമ്മുടെ സംഗതികളും ദൈവം കാണുന്നു. ആ ദൈവസന്നിധിയിൽ എപ്പോഴും ജീവിക്കാൻ സാധിക്കുക. അതൊരു കോടതിയിലെ ന്യായാധിപൻ എന്ന നിലയ്ക്കല്ല എപ്പോഴും ദൈവം കാണുന്നത്. നല്ല അപ്പനെ പോലും കാണും. എന്താ മോനെ നീ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ മോനെ നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നെല്ലാം അപ്പൻ ചോദിക്കും ചെയ്യും. നമുക്ക് ഈ ബന്ധങ്ങൾ, ദൈവവുമായിട്ടുള്ള ബന്ധം, അവന്റെ സന്നിധിയിൽ എപ്പോഴും നമ്മൾ അവന്റെ സന്നിധിയിലാണ്. അതിൽ നിന്ന് മറന്നു നിൽക്കാൻ കഴിയില്ല. നമ്മുടെ അന്തരംഗത്തിലുള്ളത് പോലും കർത്താവ് ചികഞ്ഞറിയുന്നു. അതിനാൽ ഞാൻ കുറച്ചുകൂടി എന്നെ ശുദ്ധീകരിക്കാനായിട്ട് പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം എന്ന ഒരു ചിന്ത വന്നാൽ തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.